ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മഴകളെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ മഴയത്ത് അതിശക്തമായ ഇടിമിന്നൽ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരല്പം പേടി, ഒരല്പമല്ല നല്ല രീതിയിൽ നമുക്ക് ഭയവും ഉണ്ടാവും. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ആകാശ നിരീക്ഷണം നടത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച പലർക്കും, ഞാൻ ഉൾപ്പെടെ പലർക്കും, മഴമേഘങ്ങൾ കാരണം നിരീക്ഷണം നടത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ മഴയോടൊപ്പം ശക്തമായ രീതിയിൽ മിന്നലും അതിനെ തുടർന്നുള്ള ഇടിയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഇടിമിന്നൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ നിരന്തരം കേൾക്കുന്നത്. അതിപ്പോൾ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ആര് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ നമുക്ക് തന്നെ തോന്നും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നമ്മളെ ഉപദേശിക്കും. അതായത് ഇടിമിന്നൽ എന്തോ വലിയ സംഭവം തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അത് ഫോണിൽ വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്, ഫോൺ പൊട്ടിത്തെറിച്ചു പോകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ഉള്ളത്. ശാസ്ത്രീയമായിട്ട് ഉള്ള കാര്യങ്ങളെ അറിവുള്ളവരും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, കാരണം ഒരു നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. മൊബൈൽ ഫോണുകൾ നിരന്തരമായി ടവറുമായി കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ GPS-ഉമായിട്ടൊക്കെ ബന്ധം വരുന്നു. മൊബൈൽ ഫോൺ ചാർജ് ചെയ്തതിന് ശേഷമാണ് പ്രവർത്തിക്കുന്നത്, അതിനകത്ത് വൈദ്യുതി ഉണ്ട്. ഈ ഇടിമിന്നൽ എന്ന് പറയുന്നതും വൈദ്യുതിയാണ്. ഈ മിന്നലും മൊബൈൽ ഫോണും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടാക്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇടിമിന്നലിനെ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു വിശ്വാസം സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉണ്ടാകപ്പെട്ടിട്ടുണ്ട്. 2006 ഒരു 15 വയസ്സായ കുട്ടിക്ക് മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടിമിന്നലേൽക്കുകയും ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തൊരു ന്യൂസിന് ശേഷം ദ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ ആസ്ട്രേലിയയിലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ട് ചെയ്തു എന്ന രീതിയിൽ മൊബൈൽ ഫോണുകൾ ഇടിമിന്നലുള്ളപ്പോൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് ദോഷമാണ് എന്നും വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടെ ആ ഒരു ബോധ്യം കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എൻ്റെ വീടിനും സ്ഥിരമാണ് ഇടിമിന്നൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മിന്നലുള്ള സമയത്ത് മൊബൈൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് അതിനെ വീട്ടുകാർ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് സത്യത്തിൽ മിന്നലാണ് ഉണ്ടാകുന്ന പ്രതിഭാസം. ഈ മിന്നൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ അപകടവും. ഈ മിന്നലിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ മിന്നൽ എന്ന് പറഞ്ഞാലും ഇടിമിന്നൽ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിൽ തന്നെ എടുക്കുക. ചോദ്യം നേരിട്ട് ഞാൻ പറയാം. ഇടിമിന്നൽ ഉള്ളപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ദോഷകരമാണോ? ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോകളും ലേഖനങ്ങളും ഒക്കെ വായിച്ചു കാണും. എൻ്റെ ചാനലിൽ തന്നെ ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടവരുടെ ഉണ്ടായിരിക്കും. എന്നാലും ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് പേര് ചോദിച്ചൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് സംസാരിക്കുന്നത്. ആദ്യം ഇടിമിന്നൽ എങ്ങനെയാണെന്ന് അറിയണം, രണ്ടാമത് മൊബൈൽ ഫോണിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയണം, പിന്നെ ഇവ രണ്ടും തമ്മിലുള്ള ബന്ധമുണ്ടോ, ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കണം. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ പറയാം. ഈ മിന്നൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലെ മഴമേഘങ്ങളുടെ ക്യുമുലോനിംബസ് എന്ന് പറയുന്ന പ്രത്യേകതരം മേഘങ്ങളുടെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസരിച്ചുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ഈ ആകാശത്തിലൂടെ നമുക്കറിയാം മഴമേഘങ്ങൾ തെന്നി നീങ്ങുമ്പോൾ അല്ലെങ്കിൽ നീങ്ങി നിരങ്ങുമ്പോൾ ഉണ്ടാകുന്ന കർഷണവും മറ്റ് ബലങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് ചാർജുകൾ രൂപപ്പെടാൻ കാരണമാകുന്നു. നമ്മൾ തല കോതാൻ ഉപയോഗിക്കുന്ന ചീപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേനയോ എടുത്ത് എണ്ണയില്ലാത്ത മുടിയിൽ ഉരസിയതിനു ശേഷം ചെറിയ പേപ്പറുകളിലേക്ക് കാണിക്കുമ്പോൾ ഈ പേപ്പറുകൾ അതിനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഉരസലിന്റെ ഫലമായിട്ട് ഈ മഴമേഘങ്ങളിൽ ചാർജുകൾ രൂപപ്പെടും. നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ അഭാവവുമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജുകൾ താഴെയും പോസിറ്റീവ് ചാർജുകൾ മുകൾ ഭാഗത്തുമായിട്ട് മഴമേഘങ്ങളിൽ രൂപം കൊള്ളുകയും ഇവ പരസ്പരം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അപ്പർ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ മഴമേഘങ്ങളുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആകാശത്ത് അന്തരീക്ഷത്തില് മേഘങ്ങൾക്കിടയിൽ മിന്നൽ പിണരുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഡിസ്ചാർജുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് മഴമേഘങ്ങൾ, എന്തുമാത്രം ജലം വഹിക്കുന്ന വലിപ്പമുള്ള മഴമേഘങ്ങളാണവ. അപ്പോൾ അവയെല്ലാം കൂടി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ചാർജ്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായാൽ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് സ്ഥിരത കിട്ടണം. അതിനുവേണ്ടി അവർ പരസ്പരം ന്യൂട്രൽ ആവാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത്തരത്തിൽ താഴെ നിൽക്കുന്ന നെഗറ്റീവ് ചാർജുള്ള മഴമേഘങ്ങൾക്ക് മുകളിലുള്ള പോസിറ്റീവ് ചാർജുള്ള മഴമേഘങ്ങളുമായിട്ടൊക്കെ ഡിസ്ചാർജ് നടക്കുന്നത് പോലെ തന്നെയാണ് തറഭാഗത്തുമായിട്ടും ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാധ്യത. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ബാങ്കാണ്. ഭൂമിക്ക് ആവശ്യാനുസരണം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള ശേഷിയുണ്ട്. അപ്പോൾ താരതമ്യേന താഴ്ഭാഗത്തിൽ നിൽക്കുന്ന മഴമേഘങ്ങളിലുള്ള നെഗറ്റീവ് ചാർജ് ഭൂമിയുടെ പോസിറ്റീവ് ചാർജുമായിട്ട് ഷെയർ ചെയ്ത് ന്യൂട്രൽ ആവാനുള്ള ശ്രമമാണ് നമ്മുടെ ഈ സർഫസിൽ കാണപ്പെടുന്ന മിന്നൽ എന്ന് പറയുന്ന പ്രതിഭാസം. ഏകദേശം 50 മുതൽ 100 മീറ്ററോളം നീളത്തിന് ഇലക്ട്രിക് സ്ട്രീക്കുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിട്ടുള്ള
പിണരുകളായിട്ടാണ് മിന്നൽ താഴേക്ക് അടിക്കുന്നത്. അത് ഒറ്റ ഇത് മാത്രമായിരിക്കണമെന്നില്ല, പല ശാഖകളായിട്ട് പല ദിശയിലേക്ക് പോകും. ഇവിടെ ഉണ്ടാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മഴമേഘങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും വലിയ എനർജി വളരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ, ഈ പോസിറ്റീവുമായിട്ട് ചേരാൻ ശ്രമിക്കുന്നതിന് ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ഈ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ചെറിയ ഏരിയ വഴി തന്നെ ഏകദേശം അതിശക്തമായിട്ടുള്ള എനർജിയാണ് കടന്നു വരുന്നത്. ഏകദേശം 20,000 ഡിഗ്രി സെൽഷ്യസോളം ഈ നമ്മുടെ വായുവിനെ അയണൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വൈദ്യുതി കടന്നു പോകും. അപ്പൊ ഈ വൈദ്യുതിയുടെ എനർജിയുടെ ഫലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ആ കടന്നു പോകുന്ന ചെറിയ ഭാഗത്ത് 20,000 ഡിഗ്രി സെൽഷ്യസ് വരെ വായു അയണൈസ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു താപനില ആലോചിക്കാൻ പോലും സാധിക്കില്ല. കാരണം സൂര്യന്റെ സർഫസിലെ അല്ലെങ്കിൽ ഉപരിതലത്തിലെ താപനിലയുടെ 5 മടങ്ങ് എന്നൊക്കെയാണ് പറയുന്നത്. ഉപരിതലമാണ്, ഉൾഭാഗമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്ചാർജ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂമിയുമായി കോണ്ടാക്ട് വരുന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളായിരിക്കും. ടവറുകൾ, കെട്ടിടങ്ങൾ, മരങ്ങൾ അതുപോലെയുള്ള ഭാഗങ്ങളുമായിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ വളരെ തുറസായ ഒരു പ്രദേശത്ത് നമ്മൾ നിന്നാൽ നമ്മളെയും ഇടി ഏൽക്കാനുള്ള, അല്ല ഇടി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ താരതമ്യേന ഭൂമിയുമായിട്ട് ആ ഒരു മിന്നലിന് അല്ലെങ്കിൽ ആ ഒരു മിന്നൽ പിണരിന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധ്യത നമ്മുടെ ശരീരമായിരിക്കും. നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഇലക്ട്രിസിറ്റി വളരെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, അഥവാ അതിശക്തമായിട്ടുള്ള ഇലക്ട്രിസിറ്റി വരികയാണെങ്കിൽ ഇന്റേണൽ ഓർഗൻസിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തുകൂടിയായിരിക്കും ഇതുപോലെയുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് വലിയ പ്രശ്നങ്ങൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാറില്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവഹിക്കുകയാണെങ്കിലാണ് ഇത് ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയാഘാതം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മിന്നലൊന്നും അല്ല ഏൽക്കുന്നതെങ്കിൽ പൊള്ളലൊക്കെയാണ് വരാനുള്ള സാധ്യത. അപ്പോൾ ഇടിമിന്നൽ പ്രധാനമായിട്ടും ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഭൂമിയുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഏത് പോയിന്റ് ഉണ്ടോ ആ പോയിന്റിലാണ് പ്രധാനമായിട്ടും മിന്നൽ കേന്ദ്രീകരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് ടവറുകളിലും കെട്ടിടങ്ങളിലും ആരാധനാലയങ്ങൾക്കും മുകളിൽ മിന്നൽ രക്ഷാ ചാലകം വെച്ചിരിക്കുന്നത് കാണാം. കൂർത്ത മുനമ്പാണ്. ഈ കൂർത്ത പ്രതലങ്ങളിലാണ് വളരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുക. കാരണം പോസിറ്റീവ് ചാർജുകൾ ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതുപോലെയുള്ള കൂർത്ത മിന്നൽ രക്ഷാ ചാലകങ്ങളുടെ തുമ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവ ഡിസ്ചാർജ് ചെയ്യുന്നു. മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വേവുകൾ എന്ന് പറയുന്നത് റേഡിയോ വേവുകളാണ്. റേഡിയോ വേവ് സിഗ്നലുകൾ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിന്റെ ഒരു പാർട്ടാണ്, നമുക്കറിയാം. UV, അൾട്രാ വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് സാധാരണ പ്രകാശത്തിന്റെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് റേഡിയോ വേവുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ധാരണ മൊബൈൽ ഫോണുകളിൽ നിന്നും റേഡിയോ വേവുകൾ ടവറുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു മീഡിയം പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പള്ളി പോലെയൊക്കെയാണ് നമ്മുടെ ധാരണ. അതായത് മിന്നൽ ഈ മൊബൈലും ടവറും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് സഞ്ചരിച്ച് വന്ന് മൊബൈൽ ഫോണിലേക്ക് മിന്നൽ വീഴും എന്നാണ് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള മിത്തുകളെയൊക്കെ അർബൻ ലെജൻഡുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു സാധാരണ പ്രകാശമാണ് മൊബൈൽ ഫോണിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ചുറ്റുമൊക്കെ തന്നെ ആവശ്യം പോലെ റേഡിയോ വേവുകളും മൈക്രോവേവുകളും വിസിബിൾ ലൈറ്റുകളും ഒക്കെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് മൊബൈൽ ഫോൺ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ നേരിട്ട് ഒരിക്കലും ഈ ഒരു വയറൊന്നുമില്ലാത്ത സെൽഫോണിനെ ബാധിക്കില്ല. ലാൻഡ് ഫോൺ ആണെങ്കിൽ ബാധിക്കാം, പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ ബാധിക്കാം, ഇലക്ട്രിസിറ്റി ആയി ബന്ധപ്പെട്ട എന്തിനേയും ബാധിക്കാം. പക്ഷെ നിങ്ങൾ ചാർജ് ചെയ്യാത്ത മൊബൈൽ ഫോൺ ഇടിമിന്നലുള്ളപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മിന്നലിനെ മൊബൈൽ ഫോൺ അട്രാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മൂലം ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത ഇല്ല. അടുത്ത ചോദ്യം, ഇടിമിന്നലുള്ളപ്പോൾ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ദോഷമുണ്ടോ? എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ നിൽക്കുന്നതിന് ചുറ്റുപാടിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്കാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മഴമേഘങ്ങളിൽ നിന്ന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടിമിന്നൽ ഏൽക്കും. അതിന്റെ കാരണം മൊബൈൽ ഫോൺ ആണെന്നല്ല, കാരണം നിങ്ങളാണ്. തുറസായ സ്ഥലത്ത് ഒരിക്കലും ഇടിമിന്നൽ ഉള്ളപ്പോൾ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് തൊട്ടുമുകളിലായിരിക്കും ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത. പിന്നെ ലോഹം, മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ പാർട്ടുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. IC ചിപ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കമ്പോണന്റുകളും ഒക്കെയാണ് ലോഹം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫൈബർ അതുപോലെയുള്ള മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അലുമിനിയം കോട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ലോഹ ആഭരണങ്ങൾ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ജനൽ കമ്പി അതുപോലെ തന്നെ വാതിലിന്റെ പിടി, ഇതൊക്കെ തന്നെ ലോഹമാണ്. അപ്പോൾ ഡയറക്റ്റ് തറയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ഉള്ള വസ്തുക്കളിലാണ് കൂടുതലായിട്ടും ഇടിമിന്നൽ വീഴാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന സോഴ്സ് BBC-യുടെ ചില റിസർച്ച് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സയന്റിഫിക് അമേരിക്കൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടിയും, അതുപോലെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഇടിമിന്നലിന് കാരണമാകും, അതുകൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പിന്നീട് തന്റെ വാദം തിരുത്തുകയും മൊബൈൽ ഫോണുകൾ ഇടിമിന്നലിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത് മൂലം
ഡയറക്റ്റ് മൊബൈൽ ഫോൺ ഇടിമിന്നലിനെ അട്രാക്ട് ചെയ്യുന്നില്ല എന്നും വാദഗതി തിരുത്തിയിരുന്നു. അതിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാത്രം കാണുക. അതൊരു മിത്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഇടിമിന്നലുള്ളപ്പോൾ മനഃപൂർവ്വം മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇരിക്കേണ്ടതും പുറത്തിറങ്ങി കോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാലും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിയോ മിന്നലോ ഒക്കെ വരുന്നെങ്കിൽ മൊബൈൽ ഫോണിൽ ഇടിമിന്നൽ വീഴും എന്ന തെറ്റിദ്ധാരണ കൊണ്ട് മുൻകരുതലുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ഇടിമിന്നലുള്ളപ്പോൾ ജനലുകളുടെ അടുത്ത് നിൽക്കുന്നതും തുറസായ സ്ഥലത്ത് നിൽക്കുന്നതും ജലത്തിൽ കാല് വെച്ചുകൊണ്ട് നിൽക്കുന്നതും തുടങ്ങി യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അനുയോജ്യമല്ല എന്നുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടിമിന്നൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസം തന്നെയാണ്. അത് മൊബൈൽ വിളിച്ചു വരുത്തില്ല എന്നത് മാത്രമായിരുന്നു എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.